ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിമ്യാസ് വേൾഡ്. എല്ലാവരും എന്തിരിക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് ഇടുക. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടി കയറിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കാണുന്ന ക്ലോക്കാണ് കേസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫ്രെയിമൊക്കെ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴാണ് ഈ ഒരു ക്ലോക്ക് കണ്ടത്. ഇത് വലിയ കുഴപ്പമില്ല തോന്നി, അപ്പോൾ അങ്ങനെ അതെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ അങ്ങനെ അവരതൊക്കെ കവറിലാക്കി അടിപൊളിയാക്കി തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒരു കമ്മൽ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു കണ്ടപ്പോഴേ എനിക്കത് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഞാനൊന്നും നോക്കിയില്ല, ഞാനത് വാങ്ങിച്ചു. ഞാനതൊന്ന് ജസ്റ്റ് ഇട്ടൊക്കെ കൂടെ ചെയ്തു. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അതിട്ടിട്ടാണ് ഇന്ന് പോണത്. അപ്പോൾ അതിട്ടിട്ട് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ കവിതയുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അവൾക്കൊന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൾ റോട്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്തോ ഒരു ചമ്മലായിട്ടോ. അങ്ങനെ ഒരു ഫംഗ്ഷനൊന്നും ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോകാറില്ല കേട്ടോ. ആദ്യമായിട്ടാണ് അങ്ങനെ വരുന്നത്. കണ്ണേട്ടനാണെന്നുണ്ടെങ്കിൽ വരും ചെയ്തില്ല. പിന്നെ പീലിക്കുട്ടീനെയും കൊണ്ട് ഞാൻ പിന്നെ ബസ്സിലൊക്കെ വരണ്ടേ. അപ്പോൾ അതിനെക്കാളും നല്ലത് സ്കൂട്ടിയിൽ വേഗം വന്ന് പോവല്ലേ എന്ന് വിചാരിച്ചിട്ട് പീലിക്കുട്ടീനെയും കൊടുന്നില്ല. അതുകൊണ്ട് എന്തായാലും ഞാൻ അവിടെ വന്ന് പോസ്റ്റായി. അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന അഷ്റഫാക്കും രാജുവേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവരുടെ കൂടെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാനിതാ വീട് മൊത്തം ഒന്ന് ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിച്ചൺ ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ അവരെന്തൊക്കെയോ പണികളിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഫുള്ളൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വീട് എന്നുള്ളതൊക്കെ. എല്ലാവർക്കും വീടുകളൊക്കെ കാണുന്നത് ഒരുപാട് ഇഷ്ടമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ്, പ്രത്യേകിച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ ആദ്യം കിച്ചൺ കാണിച്ചു. ഇത് മെയിൻ ഹാളായിരുന്നു. പിന്നെ അവിടെ ആ ഡോറ് കാണുന്നത് ഒരു റൂമായിരുന്നു. പിന്നെ ഇവിടെ നമ്മളെ ദൈവങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു പൂജ സെറ്റപ്പുള്ള ആ ഒരു പൂജ റൂം എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. ഇവിടെ 2 ബെഡ്റൂമായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ടൊന്നും വീഡിയോ എടുത്തില്ല. അതിൻ്റെ ഉള്ളിലൊക്കെ നിറയെ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് എടുക്കാമെന്ന് വിചാരിച്ച് പോയേക്ക്, പക്ഷെ പറ്റില്ല. അപ്പോൾ ഡൈനിങ് ഹാൾ കഴിഞ്ഞിട്ട് ലിവിങ് ഏരിയ ആയിരുന്നു കേട്ടോ. അപ്പോൾ ലിവിങ്ങിൽ അവിടെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ നൈസായിട്ടൊന്ന് ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഴപ്പമില്ല, നല്ല അടിപൊളി വീടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വീടൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്ത് കഴിഞ്ഞ് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. പീലിക്കുട്ടീനെ കൊണ്ടുവരാത്തതുകൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് പോകണം കേട്ടോ. കടേട്ടന് വന്നിട്ടുണ്ട്, അപ്പോൾ വർക്ക് ഉണ്ട്, അപ്പോൾ പെട്ടെന്ന് പോകണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ചു പോവുകയാണ് കേട്ടോ. വെജിറ്റബിൾ ബിരിയാണി ആയിരുന്നു ഫുഡ്. അപ്പോൾ അങ്ങനെ ഞാനിതാ പോവുകയാണ്. കവിതേനെ കണ്ടിട്ടും കുറേ ആയിട്ടുണ്ട് കേട്ടോ. പീലിക്കുട്ടീനെ കാണാൻ വന്നപ്പോഴാണ് ലാസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത്. അതെന്തായാലും ഒരു 6-7 മാസം ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഹൗസ് വാമിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഗാനമേളയ്ക്ക് പോവുകയാണ് കേട്ടോ. നമ്മുടെ തൂതയിൽ ഗാനമേള ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടി പോവുമായിരുന്നു. നമ്മൾ ചെന്നപ്പോഴേക്കും ഗാനമേളയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒതുങ്ങി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല കുട്ടിയായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. അവളിങ്ങനെ ദിച്ചുവിനെ ഇങ്ങനെ വിളിക്കുകയാണ് കേട്ടോ. ദിച്ചു ഇങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴേ ആളിങ്ങനെ പിടിച്ച് ശല്യം ചെയ്യുക. ദിച്ചുവിൻ്റെ കൂടെ ഭയങ്കര കളിയാണ് കേട്ടോ.
വലിയ പ്രശ്നം നിങ്ങളൊന്നും അങ്ങോട്ടേക്ക് മാറുന്നു പ്ലീസ്. നല്ല കുട്ടികളാണ്, നല്ല മക്കളോട് ചെറിയ റിക്വസ്റ്റ് മാത്രമാണ്. ഈ വയറുകളൊക്കെ രണ്ട് ഭാഗത്തുണ്ട്. ഗാനമേളയ്ക്കാണെന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഒരു പൂരത്തിനുള്ള ആൾക്കാരുണ്ട് തന്നെ വേണം പറയാം. അപ്പോൾ നമ്മൾ ഗാനമേളയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ദിച്ചുവിനാണെന്നുണ്ടെങ്കിൽ പിസ്ത ഞാൻ എന്താ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, ചോക്ലേറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ണേട്ടിന് ഇളനീരാണ് കേട്ടോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് സാവധാനം കഴിച്ചിട്ടൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ കൂത്താണല്ലോ നമ്മുടെ അമ്പലത്തിൽ. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇവിടെ ഇനിയും പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെന്താ ഈ പന്തം കത്തിച്ച് പോവുക അങ്ങനത്തെ ഒരു സംഭവമുണ്ട് കേട്ടോ. അത് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെയായിട്ട് അത് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ടൈം അപ്പോഴേക്കും 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ടിടുക. നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബായ്.